ആ നിമിഷം വരെ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ചിന്താഗതി എൻ്റെ അടുത്ത് അമ്മച്ചി മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവർ രണ്ടുപേരെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര വിഷമം വന്നിട്ട്. കാരണം അത്രയും നേരം നിന്നിട്ട് പെട്ടെന്ന് വരുമ്പോൾ എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്ത് എനിക്ക് നല്ല വിഷമം. ഞാൻ ബസ്സിലിരുന്ന് വരെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പെരുമ്പാവൂർ എത്തിയപ്പോൾ ഏട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഞാൻ വീണ്ടും പുറകുവശത്തേക്കൂടെ കയറി മുറി കയറി വാതിലടച്ചിട്ടു. എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഇച്ചിരി കഴിച്ചിട്ട് ഞാൻ കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എന്താ എൻ്റെ റൂമിൽ അവർ ശരിക്കും ആ ഡ്രസ്സെല്ലാം പൊതിഞ്ഞ് എൻ്റെ മുറിയിൽ ആ വിരി പോലും അവിടെ ഇല്ല. അതുവരെ മടക്കി എൻ്റെ ബാഗിൽ വെച്ച് തന്നിട്ടുണ്ട്. എൻ്റെ മുറിയിലെ എല്ലാ സാധനങ്ങളും ആ ബാഗിൽ വെച്ചേക്കാം. അത് കഴിഞ്ഞ് അമ്മാമ്മയൊക്കെ വന്ന് കുറേ പ്രശ്നമാക്കി, കുറേ ചോദിച്ചു. അങ്ങനെ അവരോടൊക്കെ അന്ന് എന്തൊക്കെയോ സംഭവിച്ചതെന്നൊന്നും എനിക്ക് ഇത്ര വലിയ ഓർമ്മയില്ല. കാരണം അത് ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു, അങ്ങനെ പറയാം. ആ അവസ്ഥ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാവണേന്ന് അറിയില്ല. കാരണം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. ആ അനുഭവം എന്താണെന്നുള്ളത് നമ്മുടെ ഉള്ളിലേ നമുക്കത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് അത് എത്ര പറഞ്ഞാലും അത് പെട്ടെന്ന് അത് നമ്മൾ മനസ്സിലാവത്തില്ല. പറയാറില്ലേ, നമ്മുടെ അവസ്ഥ മറ്റൊരാൾക്ക് വെറും ഒരു കഥയായിരിക്കും. അത് നമ്മൾ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറേ സ്റ്റാറ്റസിലൂടെയും സ്റ്റോറീസിലൂടെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. മറ്റൊരാൾക്ക് നമ്മുടെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറൊരു കഥയാണ്. അനുഭവിക്കുന്നവന് അത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു വിഷമം നിറഞ്ഞൊരു ജീവിതമാണത്. പച്ചയായ ജീവിതമാണ്. പിന്നെ അതിന് ശേഷം വേറൊരു സംഭവം ഉണ്ടായത് 2024 ഓഗസ്റ്റ് ഒരു വെള്ളിയാഴ്ച ദിവസം വേറൊരു പ്രശ്നമുണ്ടായി. ഇതൊക്കെ പോട്ടെ, അതിലും വലിയൊരു സംഭവമായിരുന്നു. എൻ്റെ അമ്മേനെ കുറിച്ച് തന്നെയാണ്. അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്ത് പറയണമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്നതും തുറന്ന് പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഞങ്ങൾക്കത് പറയാൻ നേരത്ത് കുറേ വിഷമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളതൊന്നും തുറന്ന് പറയാത്തത്. വേറൊന്നും വിചാരിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ മരണപ്പെടുമോ, അങ്ങനെയൊന്നും അല്ല. അതൊക്കെ വേറെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇവർ വീട്ടിൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തറവാടും ഇവർ വീടും തമ്മിൽ തൊട്ടടുത്തടുത്താണ്. അപ്പം എന്താ പറയുക, പറയണ പോലെ സ്റ്റക്കായി പോയി. അതെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഇത് പറയണ കേട്ടോണ്ട് അതന്നെ ഇരുന്നു. സോറി കേട്ടോ.